ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ എണീറ്റ് കിച്ചണിൽ വന്നപ്പോൾ ഉണ്ടല്ലോ ഈ ഉള്ളി മുളച്ചിട്ട് ഞാൻ കണ്ടു. ജസ്റ്റ് മുളച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതിങ്ങനെ നട്ട് പിടിപ്പിക്കാൻ നമ്മൾ പിന്നെ സ്പ്രിംഗ് ഓനിയൻ ആയിട്ടൊക്കെ നമുക്ക് യൂസ് ചെയ്യാമല്ലോ. ഫ്രൈഡ് റൈസിനായാലും നൂഡിൽസിനായാലും യൂസ് ചെയ്യുമ്പോൾ നമ്മളെല്ലാം പുറത്തു നിന്നല്ലേ വാങ്ങിക്കാറ്. സോ നമുക്ക് തന്നെ വളർത്തിയാൽ നമുക്ക് യൂസ് ചെയ്യാമല്ലോ, എന്താവുമെന്ന് നോക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ പുറത്തിറങ്ങി ഇത് നട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് ഇത് മുമ്പ് നട്ടിട്ടുള്ളത് ഈ അലോവേറ ഒക്കെ. അലോവേറയുടെ ബെനിഫിറ്റ്സ് ഒക്കെ ഞാനൊന്നും പറയണ്ടല്ലോ, നിങ്ങൾക്കറിയാമല്ലോ അതെല്ലാം. ഹെയറിനായാലും ഫേസിനായാലും ഇതൊക്കെ നല്ലതല്ലേ. ഹെയറിന് മാസ്കായിട്ടും ഫേസ് മാസ്കായിട്ടും ഒക്കെ യൂസ് ചെയ്യുന്നതല്ലേ. നമ്മൾ പുറത്തുനിന്ന് അലോവേറ ജെല്ല് മേടിച്ച് യൂസ് ചെയ്യുന്നതിനേക്കാളും ഏറ്റവും നല്ലത് നമുക്ക് ഫ്രഷായിട്ട് അലോവേറ ഫേസിൽ അപ്ലൈ ചെയ്യുന്നതല്ലേ. ഇതുണ്ടല്ലോ കിഴങ്ങാണ്. കിഴങ്ങായിട്ടുണ്ടോ എന്ന് വിചാരിച്ചിട്ട് നമ്മളിങ്ങനെ നോക്കിയതാണ്. പക്ഷേ അതിലൊന്നും ഇല്ലായിരുന്നു. ഇത് കുറച്ച് മുമ്പ് നട്ടതാണ്. ഇതൊക്കെ കഴിഞ്ഞിട്ട് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് ഫ്രഷായിട്ട് നമുക്ക് ജസ്റ്റ് കാസർഗോഡ് വരെ പോകാനുണ്ടായിരുന്നു. അങ്ങനെ ഫ്രഷൊക്കെ ആയിട്ട് റെഡിയായി. ഒരു കസിൻ്റെ ബേബി ഡെലിവറി ആയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് നമുക്ക് ജസ്റ്റ് ഹോസ്പിറ്റൽ വരെ ഒന്ന് പോയിട്ട് കസിൻ്റെ ബേബീനൊക്കെ കാണാനുണ്ടായിരുന്നു. അതുകൊണ്ട് റെഡിയായിട്ട് പോകാനിറങ്ങുക. ഡെലിവറി ആയത് ബേബി ബോയാണ്. അങ്ങനെ അവരെ കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ്. നാളെ ഡിസ്ചാർജ് ആവുമെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഇന്ന് തന്നെ പോവാമെന്ന് വിചാരിച്ചു. പോകുന്ന വഴിക്കുണ്ടല്ലോ ജസ്റ്റ് ബേക്കറിയിലൊക്കെ കയറിയിട്ടുണ്ടായിരുന്നു. ചോക്ലേറ്റ്സ് ഒക്കെ വാങ്ങാൻ വേണ്ടിയിട്ട്. ഹോസ്പിറ്റലിലേക്ക് കുറച്ച് ചോക്ലേറ്റ് വാങ്ങാനുണ്ടായിരുന്നു, കൊണ്ടുപോകാനുണ്ടായിരുന്നു. പിന്നെ നമുക്കും കുറച്ച് ചോക്ലേറ്റ്സും സ്വീറ്റ്സും ഒക്കെ വാങ്ങാനുണ്ടായിരുന്നു. അതുകൊണ്ട് ബേക്കറിയിൽ ജസ്റ്റ് കയറി. അങ്ങനെ ചോക്ലേറ്റ്സൊക്കെ നോക്കി. എനിക്ക് കേക്ക്സൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് കേക്കിൻ്റെ സെക്ഷനിൽ വന്നിട്ട് ഞാൻ നോക്കുന്നുണ്ടായിരുന്നു. പിന്നെ കുറേ ഞാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ട് കണ്ട ചോക്ലേറ്റ്സൊക്കെ ഇല്ലേ, ഇപ്പോൾ കുറേ ഷോപ്പിൽ ഞാൻ കണ്ടിട്ടില്ല ആ ചോക്ലേറ്റ്സൊക്കെ. പക്ഷെ അതൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു, കുറേ വെറൈറ്റീസ് ഓഫ് ചോക്ലേറ്റ്സ്. പിന്നെ ചോക്ലേറ്റ്സൊക്കെ വാങ്ങിയപ്പോൾ ബേബിക്ക് ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഐസ്ക്രീമും വാങ്ങി, അതൊക്കെ കഴിച്ചു. ഈ ബേക്കറി ഉണ്ടല്ലോ എനിക്ക് പിന്നെ ഇത് എത്ര കൊല്ലായെന്നൊന്നും അറിയില്ല, പറയുന്ന കേട്ടിട്ടുണ്ട് 25 years ബാക്കൊക്കെ ഇവിടെ തന്നെയാണ് മേടിക്കുന്നത്, പതിവായിട്ട് ഇവിടെ നിന്നാണ് മേടിക്കുന്നതെന്നൊക്കെ ഇവിടെ പറഞ്ഞു. ഇവിടുത്തെ നല്ല ഐറ്റംസൊക്കെ ആയിരുന്നു, പണ്ട് മുതൽ ഇവിടെ നിന്നാണ് വാങ്ങിക്കുന്നതെന്നൊക്കെ. അങ്ങനെ വീട്ടിൽ ഉമ്മ വാപ്പയൊക്കെ ഇങ്ങനെ സംസാരിക്കുന്നുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞിട്ട് കാറിൽ കയറിയിട്ട് ഞാനും ബേബിയൊക്കെ ഐസ്ക്രീം കഴിക്കുന്നുണ്ട്. പിന്നെ പോയി കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ കാസർഗോഡ് എത്തി, ഹോസ്പിറ്റലിലേക്ക് എത്തി. കാറൊക്കെ പാർക്ക് ചെയ്തിട്ട് നമ്മൾ വന്നു. ഇവിടെ ചെന്നപ്പോൾ ഉണ്ടല്ലോ ഫാമിലിയുടെ ചില ആൾക്കാർ ഇവിടെ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ അകത്തൊന്നും വീഡിയോ എടുക്കാൻ പോയില്ല. ഒരാളുടെ പ്രൈവസിയിൽ എന്തിനാ കയറുന്നതെന്നൊക്കെ വിചാരിച്ചിട്ട് അവരെ ഡിസ്റ്റർബ് ചെയ്യണ്ടല്ലോ, ഡെലിവറി ആയി വന്നതല്ലേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ അവരുടെ വീഡിയോ ഒന്നും എടുത്തില്ല, ജസ്റ്റ് ഔട്ട് സൈഡ് മാത്രമേ എടുത്തിട്ടുള്ളൂ. അവിടെ കുറച്ച് നേരം സംസാരിച്ചൊക്കെ ഇരുന്നിട്ട് നമ്മൾ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങി. ഉമ്മയും ബേബിയും രണ്ടാളും അൽഹംദുലില്ലാ ഹെൽത്തി ആയിട്ടുണ്ടായിരുന്നു. ബേബി ജനിച്ച സന്തോഷം എല്ലാവർക്കും ഉണ്ടാവുമല്ലോ. ബേബി ഭൂമിയിൽ ഫസ്റ്റ് ടൈമല്ലേ വേൾഡിനെ കാണുന്നത്, അങ്ങനെ തന്നെ ഉമ്മയും ഫസ്റ്റ് ടൈമല്ലേ അവൾ ഉമ്മയാവുന്നത്. അതുവരേക്കും ഒരു ഉമ്മന് മാത്രം, ഒരു പെണ്ണായിട്ടാണ് ഇരിക്കുന്നത്. ഒരു ബേബി ഇപ്പം ജനിക്കുന്നു, അപ്പോഴാണ് ഒരു ഉമ്മയും ജനിക്കുന്നത്. അതുകൊണ്ട് ബേബിക്ക് എത്രമാത്രം കെയർ നമ്മൾ കൊടുക്കുന്നുണ്ടോ അത്രയും കെയർ ഒരു ഉമ്മാക്കും കൊടുക്കണം. ഒക്കെ പുതിയ എക്സ്പീരിയൻസ് അല്ലേ ആ ഉമ്മാക്കും. ബേബിക്ക് എല്ലാം പുതിയതായ എക്സ്പീരിയൻസ് എങ്ങനെയാണോ അതുപോലെ തന്നെ ആ ടൈമിൽ ഉമ്മാക്കും അങ്ങനെയാണ്. ഫസ്റ്റ് ടൈം ഒരാൾ ഉമ്മയാവുമ്പോൾ അവർക്കൊന്നും അറിയില്ല. അതുകൊണ്ട് ആ ഉമ്മാക്കും നല്ലോണം കെയറും സപ്പോർട്ടും ഒക്കെ കൊടുക്കണം. രാത്രിയൊക്കെ ഉറക്കൊഴിഞ്ഞിട്ടൊക്കെ ഇരിക്കുന്നതല്ലേ, അതിൻ്റേതായ ക്ഷീണവും ഡിപ്രഷൻ അങ്ങനെയൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് എല്ലാവരും നല്ലോണം സപ്പോർട്ട് ചെയ്യണം. അങ്ങനെ ബേബീനൊക്കെ കണ്ടു. പിന്നെ നമ്മൾ വീട്ടിൽ വന്നു. ഇൻഷാ അല്ലാഹ് പുതിയൊരു വിശേഷമായിട്ട് വീണ്ടും വരാം. അതുവരയ്ക്കും ബൈ ബൈ.